അസ്സലാമു അലൈക്കും. വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ആദരണീയനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുകളെ, our chief guest and internationally renowned scholar Hakan Weber, ബഹുമാന്യനായ ടി കെ ഉമ്മൻ സർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന അത്യധികം ആദരവുള്ള മുസ്ലിം ലീഗിൻ്റെ സമാദരണീയരായ നേതാക്കളെ, പ്രിയങ്കരായ MSFന്റെ സംസ്ഥാന ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട MSFന്റെ പ്രവർത്തകരെ, സർവശക്തനായ നാഥന്റെ അനുഗ്രഹം നമുക്ക് മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സംഗമം ഇവിടെ ഒരുക്കിയിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ CHന്റെയും മഹാനായ CD സാഹിബിന്റെയും പ്രസ്ഥാനം തങ്ങളിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള പ്രതിജ്ഞ പുതുക്കുന്നതിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. CH മുഹമ്മദ് കോയ സാഹിബ് തന്റെ അവസാന കാലഘട്ടത്തിൽ MSFന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയുടെ ക്യാമ്പിൽ വെച്ച് MSF പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനായി ഒരു വൃത്തം വരച്ചു വെക്കുകയുണ്ടായി. നിങ്ങളൊരു കുറ്റിയിൽ കിട്ടിയ ആട്ടിൻകുട്ടിയെ പോലെയാണ്. ആ ആട്ടിൻകുട്ടി ഏത് വൃത്തത്തിലാണോ സഞ്ചരിക്കുക, ആ വൃത്തത്തിലുള്ള പ്രവർത്തനമാണ് നിങ്ങൾക്കുള്ളത്. CH വരച്ചു വെച്ച ആ വൃത്തം ഭൂമിയോളം വലിപ്പമുള്ള വൃത്തമാണ്. ഇസ്ലാമുമായി ബന്ധമുള്ള പ്രവർത്തനമല്ലാതെ MSFകാർക്ക് യാതൊന്നും മുസ്ലിം ലീഗ് കരുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് CH നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. സുദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ സമൂഹത്തിന്റെ, പുതിയ സമൂഹത്തിന്റെ പിന്മുറക്കാർ മുസ്ലിം സമൂഹത്തെ ഭാവി ഭാഗതയും തീരുമാനിക്കേണ്ട അതിന്റെ പിൻതലമുറക്കാരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിദ്യാർത്ഥിത്വത്തിന്റെ ഉയർപ്പ് എന്ന പ്രമേയവുമായി MSF ഇത്തരം ഒരു വിദ്യാർത്ഥി വിചാരത്തിന് വേദിയൊരുക്കുമ്പോൾ പ്രധാനമായും ഉദ്ദേശിച്ചത് MSFനെ അതിന്റെ പ്രതലത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ലക്ഷ്യത്തിലേക്ക്, വിഭാവിത ലക്ഷ്യത്തിലേക്ക് വഴി നടത്തണം എന്ന വിചാരമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിത്വം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അത്രയും പ്രാധാന്യമുള്ളതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിത്വം. ഒരു പൂർണ്ണ മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് വളരെ വലുതാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇവിടെ കൂടിയിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ പിന്നോക്കത്തിന്റെ ഭാണ്ഡം പേറാൻ വിധിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ പിന്മുറക്കാരാണ്. നമുക്ക് ഭാവിയെ പ്രതീക്ഷാ നിർഭരമാക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ സമുദായത്തിന്റെ ഭാണ്ഡം, ചുമട് ഇറക്കി വെക്കാനുള്ള ഉത്തരവാദിത്തം എന്റെ മുമ്പിലിരിക്കുന്ന ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കാണ്. നമ്മുടെ പുരോഗതിയുടെ മാനദണ്ഡം യോഗ്യതയാകേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം അതാണ്. ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസ സംഹിതയുമായാണ് നാം പ്രവർത്തിക്കുന്നത്. അതിനായുള്ള വിചാരങ്ങളും അന്വേഷണങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. ലോകത്തിന് മുമ്പിൽ നശീകരണത്തിന്റെ വക്താക്കളായല്ല, നിർമ്മാണത്തിന്റെ ആളുകളായി അറിയപ്പെടാൻ നമുക്ക് കഴിയണം. ലോകത്തിന് മുമ്പിൽ ശിരസ് കുനിച്ചു നിൽക്കാതെ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഭാവിയെ പ്രതീക്ഷാ നിർഭരമാക്കുന്നതിനുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. എപ്പോഴും പഴയ തലമുറ പുതിയ തലമുറയെ പറ്റി ആശങ്കപ്പെടാറുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സമാദരണീയരായ നേതാക്കൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി യോഗ്യതയും അന്തസ്സും അഭിമാനവുമുള്ള ഒരു സമുദായമായി മുസ്ലിം സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ കടാപ്പാടുപെടുന്നവരാണ്. അവരുടെ ആഗ്രഹത്തെ നാം പൂർത്തീകരിക്കണ്ടേ? അവരുടെ ആഗ്രഹത്തിന് നാം സാഫല്യം കണ്ടെത്തേണ്ടേ? അതിനുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കേണ്ടത്. പ്രിയമുള്ളവരെ, നിരാശപ്പെടാനായി ഒന്നുമില്ല. പിരമിഡുകളുടെ നാടാണ് ഈജിപ്ത് എന്ന് നമുക്കറിയാം. ലോക സംസ്കാരത്തിൽ, മനുഷ്യ സംസ്കാരത്തിന്റെ പൈതൃകങ്ങളായി, അതിപുരാതന ചിഹ്നങ്ങളായി നിൽക്കുന്ന പിരമിഡുകൾ ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോവിൽ നിന്നും
25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന സക്കാറ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ന് നിലനിൽക്കുന്ന പിരമിഡുകളിൽ ഏറ്റവും പഴക്കമുള്ള പിരമിഡ് നിലനിൽക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് ഉദ്ദേശം 2600 വർഷങ്ങൾക്ക് മുമ്പ് സോഷേർ എന്ന ഫറോവയുടെ സ്മാരകമായി ഇമൻ ഹോട്ടപ്പ് എന്ന അക്കാലത്തെ പ്രതിഭാശാലിയും ബുദ്ധിശാലിയുമായ ശില്പിയാണ് ആ പിരമിഡിന്റെ നിർമ്മാണം നിർവഹിച്ചത്. ആ പിരമിഡ് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അതിന് താഴെ ഇമൻ ഹോട്ടപ്പ് എഴുതി വെച്ച വാചകങ്ങൾ ഇപ്പോഴും സക്കാറ സന്ദർശിക്കുന്ന, ആ പിരമിഡ് സന്ദർശിക്കുന്ന ഒരാൾക്ക് വായിച്ചെടുക്കാൻ ആകും. ആ പിരമിഡിന് താഴെ അന്ന് ക്രിസ്തുവിന് മുമ്പ് 2600 വർഷങ്ങൾക്ക് മുമ്പ് ഇമൻ ഹോട്ടപ്പ് ഇങ്ങനെ എഴുതി വെച്ചു: അടുത്ത തലമുറയിലെ കുട്ടികൾ ധാരാളികളായിരിക്കും. അടുത്ത തലമുറയിലെ കുട്ടികൾ ധാരാളികളായിരിക്കും. ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ അവർക്ക് കഴിയില്ല. ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ അവർക്ക് കഴിയില്ല. അവരുടെ ഭാവി എന്ത് എന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. സൂര്യദേവനായ റാക്ക് മാത്രമേ അവരെ സംരക്ഷിക്കാൻ കഴിയൂ. ഇന്നും ആ വാചകങ്ങൾ അവിടെയുണ്ട്. ആ വാചകങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് വിമോചനത്തിന്റെ സന്ദേശവുമായി മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം അവതീർണമായത്. ആ വാചകങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുമ്പോഴാണ് ദൈവിക സ്നേഹദൂതിന്റെ സന്ദേശവുമായി ഈസാ പ്രവാചകൻ ഭൂമിയിൽ അവതരിച്ചത്. ആ വാചകം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ലോകത്തെ എക്കാലത്തെയും വിമോചനത്തിന്റെ പ്രത്യയ ശാസ്ത്രവുമായി മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനായത്. ആ വാചകം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് മനുഷ്യൻ വിമാനം കണ്ടുപിടിച്ചത്, മനുഷ്യൻ ചന്ദ്രനിലേക്ക് എത്തിച്ചേർന്നത്. MSFന്റെ ഈ വിദ്യാർത്ഥി വിചാരം നടക്കുമ്പോഴും ആ പിരമിഡിന് താഴെ ആ വാചകങ്ങളുണ്ട്. അടുത്ത തലമുറയിലെ കുട്ടികൾ ധാരാളികളായിരിക്കും. ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ അവർക്ക് കഴിയില്ല. ആ വാചകങ്ങൾ കേവലം കല്ലിൽ കൊത്തിവെച്ച അക്ഷരക്കൂട്ടങ്ങളാണ് എന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട് ഭാവിയെ സത്യവിശ്വാസത്തിന്റെ, അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ അടുക്കലിൽ നിർമ്മിക്കാൻ പ്രയത്നിക്കാൻ MSFന്റെ പ്രവർത്തകർ പ്രതിജ്ഞ ചെയ്യുന്ന വിദ്യാർത്ഥി വിചാരമാണ് ഇവിടെ. ആ പ്രതിജ്ഞയുമായി എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.